കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യമായത്. ഇനി ഇതുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഉണ്ടായതിന് എന്ത് പരിഹാരമാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇതിനുവേണ്ടി സഹായം വരുന്നുണ്ട്. നഷ്ടപ്പെട്ട ജീവനുകൾക്കൊന്നും പകരമാവില്ല. എങ്കിലും അതിലൂടെ ഇനി അനുഭവിക്കാൻ പോകുന്നവരെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഞങ്ങൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഈ മരിച്ച വ്യക്തികളുടെ അനാഥരായ കുട്ടികളെ അവരുടെ ഫുൾ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി 100%. അവരുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, അവരുടെ താമസം, ഭക്ഷണം തുടങ്ങി അവർക്ക് തൊഴിൽ ലഭിക്കുന്നവരെ, ഇനി അവർക്ക് മറ്റൊരു തൊഴിലല്ലെങ്കിൽ ഏരിയസ് ഗ്രൂപ്പിൽ തന്നെ തൊഴിലാവുന്ന രീതിയിൽ ഞങ്ങൾ അവർക്ക് പരിശീലനം കൊടുക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ അച്ഛനോ അമ്മയോ മാത്രം നഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 10 പേരെ ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുപ്പിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്ന KCLലെ ഒരു ഫ്രാഞ്ചൈസി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം KCL ആ ഒരു മത്സരത്തിൽ നിന്ന് എന്ത് ലാഭം കിട്ടിയാലും അത് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി ചിലവഴിക്കുന്നതാണ്. മറ്റൊന്ന്, ഞങ്ങളൊരു ചാരിറ്റി മൂവി ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച. എല്ലാ വർഷവും ഞങ്ങൾ ഒരു ചാരിറ്റി മൂവി ചെയ്യുന്നുണ്ട്. അത് ചാരിറ്റിക്ക് വേണ്ടിയാണ് അതിൻ്റെ റവന്യൂ അതിൽ നിന്നുള്ള വരുമാനം നമ്മൾ ചിലവഴിക്കുന്നത്. ഈ വർഷം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ചിത്രത്തിൽ നിന്നുള്ള വരുമാനം ഇതേ ഈ ദുരന്തത്തിന് ഭാഗമായ വ്യക്തികൾക്ക് വേണ്ടി ചിലവഴിക്കുവാനാണ്. ആ രീതിയിലാണ് ഏരിയസ് ഗ്രൂപ്പ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂസ് 18 എല്ലാവിധ ഭാവുകങ്ങളും.